നൈജീരിയയിൽ മൈദുഗുരിയിൽ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ സ്ഫോടനത്തിൽ വിശ്വാസികൾ കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെ ഗാംബോരു മാർക്കറ്റിലെ പള്ളിയിലാണ് ദാരുണമായ ഈ സംഭവം നടന്നത്. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുകൂടിയ സമയത്തായിരുന്നു സ്ഫോടനം. ആക്രമണത്തിൽ കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പള്ളി അധികൃതർ നൽകുന്ന സൂചന. ചാവേർ ആക്രമണമാണോ അതോ പള്ളിക്കുള്ളിൽ ബോംബ് സ്ഥാപിച്ചതാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. വർഷങ്ങളായി നൈജീരിയയിൽ തുടരുന്ന ജിഹാദി കലാപത്തിന്റെ ഒരു തുടർച്ചയായാണ് ഈ ആക്രമണവും വിലയിരുത്തപ്പെടുന്നത്. 2009 മുതൽ ഈ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 40,000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിലേറെയും ക്രിസ്ത്യാനികളാണ്, അതിൽ മുസ്ലിം ജനതയുമുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാംബോരു മാർക്കറ്റ് പ്രദേശം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ തങ്ങളുടെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഒരു സംഘടനയും സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സൈനിക നടപടികൾക്കിടയിലൂടെയും തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത് നൈജീരിയയിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.